ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോഴത്തെ നിലവിലുള്ള നിയമന നിലയും കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കൺഫർമേഷൻ കൊടുക്കാനായിട്ട് വന്നത് എല്ലാവരും അറിഞ്ഞു കാണും. അപ്പൊ മറക്കാതെ തന്നെ എല്ലാവരും കൺഫർമേഷനും കാര്യങ്ങളും കൊടുക്കുക, ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ അഡ്വൈസും കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത്, അതായത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ല ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നിയമനം അത്യാവശ്യം കുറവുള്ള ഒരു പോസ്റ്റാണ് സപ്ലൈകോന്റെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെ, നമ്മുടെ സപ്ലൈകോയിലോട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? 10th പാസ് ആണ് അല്ലെ, 10th പാസ് ആണ് ക്വാളിഫിക്കേഷൻ. വേക്കൻസി എത്രയാണ്? ആന്റിസിപ്പേറ്റഡ് ആണ് അല്ലെ. അത് എന്താണ്, എവിടെയും അങ്ങനെ ഇത്ര വേക്കൻസി എന്ന് പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സാലറി സ്കെയിൽ എത്രയാണ്? 23,000 ടു 50,200. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ടു 36 അല്ലെ. അതായത് 2/1/1989 ശേഷം ജനിച്ച ആളുകളാണ് നിങ്ങളെങ്കിൽ 2025 വരുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനെക്കുറിച്ച് ഒരു ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഇതല്ല, നിയമന നിലയും കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പോ ആദ്യം നമ്മൾ പറയാനായിട്ട് പോകുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ. ട്രിവാൻഡ്രത്തിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? 66 മാർക്കാണ്. എത്രയാണ്? 66 മാർക്കാണ് കേട്ടോ. 66 മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 892 പേരാണ് ഉണ്ടായിരുന്നത്. എത്ര പേരാണ്? 892 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതിന്റെ നിയമന നില നമുക്ക് നോക്കാം. നിയമന നില എന്ന് പറയുന്നത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 331. എത്രയാണ്? 331 തിരുവനന്തപുരത്തിന്റെ ഇതുവരെയുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 26/3/2025 ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും 396 റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് തിരുവനന്തപുരത്തിന്റെ ഈ നമ്മളുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ. ബാക്കിയൊക്കെ ഒരുവിധപ്പെട്ട വലിയ ജില്ലകളിലൊക്കെ 100-ൽ പരം കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ പോകുന്ന ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിയമനം പരിതാപകരമാണ്. കാരണം ബാക്കിയുള്ള ലിസ്റ്റുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ LDCയോ VFAയോ അതുപോലുള്ള പരീക്ഷകൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നിയമനം കുറവ് തന്നെയാണ്. ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷെ എന്നാൽ കൂടി നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ കൊല്ലത്തിന്റെ എത്രയാണ്? കൊല്ലത്തിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 64 മാർക്കാണ്. എത്രയാണ്? 64 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 910 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 126 അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നാണ്? 26/3/2025. ഓക്കെ, ഓപ്പൺ കാറ്റഗറിയിൽ 203 റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അടുത്ത എവിടെയാണ്? ആലപ്പുഴയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61.67 ആയിരുന്നു. മെയിൻ ലിസ്റ്റിൽ 599 പേരാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ അഡ്വൈസ് അല്ലെ, ടോട്ടൽ അഡ്വൈസ് ഇവിടെ പോയിരിക്കുന്നത് എന്ന് പറയുന്നത് എത്രയാണ്? 131. എത്രയാണ്? 131 ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഓപ്പൺ കാറ്റഗറിയിൽ 201 റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 13/3/2025. ഓക്കെ, പത്തനംതിട്ടയിലാണെങ്കിൽ എത്രയാണ്? പത്തനംതിട്ടയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 61 മാർക്കായിരുന്നു. മെയിൻ ലിസ്റ്റിൽ 392 പേരാണ് ഉണ്ടായിരുന്നത്. ഇവിടെ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 86 കേട്ടോ. 86 അഡ്വൈസ് എന്ന് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്ന് പറയുന്നത് എപ്പോഴാണ്? 5/4/2025. 5/4/2025. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്പൺ കാറ്റഗറിയിൽ 127 റാങ്കുകാരനാണ് ഇവിടെ പോയിരിക്കുന്നത്. ഓക്കെ, കോട്ടയത്താണെങ്കിൽ 63 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 586 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ എത്രയാണ് ടോട്ടൽ ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത്? ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത് 86. എത്രയാണ്? 86 അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് എന്ന് പറയുന്നത് 10/3/2025 പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 146 റാങ്കുകാരനാണ് ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എവിടെയാണ്? അടുത്തെന്ന് പറയുന്നത് എറണാകുളമാണ്. 64.67 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 876 പേരാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 177 ആയിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 11/3/2025. ഓപ്പൺ കാറ്റഗറിയിൽ 292 പേരാണ് ഉണ്ടായിരുന്നത്.
ഇടുക്കിയിലാണെങ്കിൽ 57.33 കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 504 പേരാണ് ഉണ്ടായിരുന്നത്. ഇടുക്കിയിൽ വെറും 37 അഡ്വൈസ് മാത്രമാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 5/3/2025 ഓപ്പൺ കാറ്റഗറിയിൽ 48ാം റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, തൃശ്ശൂർ എത്രയാണ്? 66.33 മെയിൻ ലിസ്റ്റിൽ 598 പേരാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 117 ഓക്കെ, എത്രയാണ്? 117 14/3/2025. ഓക്കെ, ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ 167ാം റാങ്കുകാരനാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പാലക്കാടാണ്. 65.33 കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 598 പേരാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് എത്രയാണ് ഉള്ളത്? 112 പേർക്ക് പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 18/3/2025. ഓക്കെ, ഓപ്പൺ കാറ്റഗറിയിൽ 173ാം റാങ്കുകാരനാണ് ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത്. മലപ്പുറത്താണെങ്കിലോ 63 മാർക്കാണ് കേട്ടോ. 63 മാർക്കാണ് മലപ്പുറത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 730 പേരാണ് ഉണ്ടായിരുന്നത്. ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത് 155 പേർക്കാണ് ഇന്ന് വരെ അഡ്വൈസ് പോയിരിക്കുന്നത്. 20/3/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, കോഴിക്കോടാണെങ്കിൽ 66 കേട്ടോ. ഇവിടെ ഓപ്പൺ കാറ്റഗറിയിൽ 243 റാങ്കുകാരനാണ് കേട്ടോ പോയിരിക്കുന്നത്. ഓക്കെ, കോഴിക്കോട് 66 മാർക്കായിരുന്നു കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ 752 പേരാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 145. ഓക്കെ, ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 14/3/2025. ഓക്കെ, 272ാം റാങ്കുകാരനാണ് ഇവിടെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, വയനാടാണെങ്കിൽ 62 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 300 പേരാണ് ഉണ്ടായിരുന്നത്. അഡ്വൈസ് എന്ന് പറയുന്നത് 51. അതുപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 7/3/2025. ഓപ്പൺ കാറ്റഗറിയിൽ 75ാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത്. ഓക്കെ, കണ്ണൂരാണെങ്കിലോ 66 മാർക്കാണ്. മെയിൻ ലിസ്റ്റിൽ 598 പേരാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 94 ആണ് അഡ്വൈസ്. 12/3/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. 182ാം റാങ്കുകാരനാണ്. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് എന്ന് പറയുന്നത് 60.67 കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 457 പേരാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 27 പേർക്കാണ്. 27/2/2025 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 40ാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയുമാണ് ലാസ്റ്റ് ആയിട്ട് പോയിരിക്കുന്ന അഡ്വൈസും കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അഡ്വൈസും കാര്യങ്ങളും എന്ന് പറയുന്നത് മറ്റുള്ള പരീക്ഷകളെ വെച്ച് നോക്കുന്ന സമയത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാന് കുറവ് തന്നെയാണ് അല്ലെ. നമ്മുടെ VFA LDC പോലുള്ള പരീക്ഷകളൊക്കെ നോക്കുന്നു, ഡിസ്ട്രിക്ട് വൈസ് എക്സാം നോക്കുന്ന ടൈമിൽ തന്നെ മറ്റുള്ളവയെ നോക്കുമ്പോൾ ഇവയ്ക്ക് കുറവ് തന്നെയാണ്. ഇതിന്റെ അഡ്വൈസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടോ ഒരിക്കലും നിങ്ങൾ പഠനം പകുതി വഴിയിൽ നിർത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം എന്താണ്? നമുക്ക് ഇനി വരാനായിട്ട് പോകുന്ന ബെവ്കോ LDക്കും VFAക്കും എല്ലാം സെയിം സിലബസ് തന്നെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷ കഴിഞ്ഞതും നിങ്ങളുടെ പഠിത്തം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണ്? ഇനി വരാനുള്ള പരീക്ഷകൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുക. കാരണം ഇവിടെ നിങ്ങൾ നിർത്തിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും VFA ആയാലും ബാക്കിയുള്ള 10th ലെവൽ പരീക്ഷകളായാലും നിങ്ങൾ ഒന്നിൽ നിന്നും തുടങ്ങേണ്ടതായിട്ട് വരും അല്ലെ. കാരണം ഇപ്പൊ വരാനായിട്ട് പോകുന്നത് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ നമ്മുടെ VFA ബെവ്കോ പോലുള്ള ഒരുപാട് 10th ലെവൽ എക്സാംസ് നമുക്കിപ്പോ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ സെയിം സിലബസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ അല്ലെങ്കിൽ വരുന്ന പരീക്ഷകളിൽ ഒരു മികച്ച റാങ്ക് നേടാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പഠിത്തം സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. പരീക്ഷ എങ്ങനെയോ ആയിക്കോട്ടെ, പരീക്ഷയിൽ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, അതിന്റെ അഡ്വൈസ് നില എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും ഡൗൺ ആവേണ്ട കാര്യമില്ല. ഇപ്പോ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കുക. പക്ഷെ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കാതെ വീണ്ടും അടുത്ത പരീക്ഷയ്ക്കായിട്ട് നിർത്തി അവിടെ നിന്നും തുടങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം കേട്ടോ.